നമ്മുടെയൊക്കെ വീടുകളിൽ മരണമുണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ ശവസംസ്കാരം നടത്താറുണ്ട്. എന്നാൽ മരിച്ച പ്രിയപ്പെട്ടവർക്കൊപ്പം മാസങ്ങളോളം ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഉറങ്ങുകയും അവർക്ക് ഭക്ഷണം നൽകുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്തോനേഷ്യയിലെ സുലോവേസി കുന്നുകളിൽ വസിക്കുന്ന ടൊറാജ ജനതയ്ക്ക് മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഒരു നീണ്ട യാത്രയെന്ന് അവർ വിശ്വസിക്കുന്നു. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വഞ്ചിപ്പായ പോലുള്ള വീടുകൾ, കുത്തനെയുള്ള പാറക്കെട്ടുകളിൽ തൂങ്ങിക്കിടക്കുന്ന ശവപ്പെട്ടികൾ, മരിച്ചവർക്ക് കാവൽ നിൽക്കുന്ന മരപ്പാവകൾ. ടൊറാജകളുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയെയും അമ്പരിപ്പിക്കുന്നതാണ്. സമ്പത്ത് മുഴുവൻ ശവസംസ്കാരത്തിനായി ചിലവഴിക്കുന്ന, മരിച്ചവരെ വസ്ത്രം ധരിപ്പിച്ച് ഗ്രാമത്തിലൂടെ നടത്തിക്കുന്ന ഇവിടുത്തെ മാഗ്ന എന്ന ആചാരം കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നും. എന്താണ് ടൊറാജകളെ ലോകത്തിലെ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്? മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൊറാജ ജനതയ്ക്ക് മരണം എന്നത് ഒരു വിടവാങ്ങലല്ല, മറിച്ച് ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റം മാത്രമാണ്. ഒരു വ്യക്തി മരിച്ചാൽ അവരെ ഉടൻ അടക്കം ചെയ്യാറില്ല. പകരം മൃതദേഹം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വീട്ടിൽ തന്നെ സൂക്ഷിക്കുന്നു. മരിച്ച വ്യക്തിയെ ഇവർ മരിച്ചവനായി കണക്കാക്കില്ല. പകരം അസുഖമുള്ളയാൾ ദ മക്കൂള എന്നാണ് വിളിക്കുന്നത്. വീട്ടുകാർ മൃതദേഹത്തിന് ഭക്ഷണം നൽകുകയും വസ്ത്രം മാറ്റുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. മൃതദേഹം കേടാകാതിരിക്കാൻ ഇന്ന് ഫോർമാലിൻ ഉപയോഗിക്കാറുണ്ട്. ഒരു ടൊറാജ കുടുംബം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം ചിലവഴിക്കുന്നത് ഒരു ശവസംസ്കാര ചടങ്ങിനാണ്. റാംബുസോളോ എന്ന് വിളിക്കപ്പെടുന്ന ഈ ചടങ്ങ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. ചടങ്ങിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് പോത്തുബലി. മരിച്ചയാളുടെ ആത്മാവിനെ പരലോകത്തേക്ക് എത്തിക്കാൻ പോത്തുകൾ സഹായിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പോത്തുകളുടെ എണ്ണം കുടുംബത്തിന്റെ സാമൂഹിക പദവി വിളിച്ചോതുന്നു. ഗ്രാമവാസികൾക്കും ബന്ധുക്കൾക്കും വിപുലമായ വിരുന്നൊരുക്കുന്നു ഇവർ. സംഗീതവും നൃത്തവും ഈ ചടങ്ങുകളുടെ ഭാഗമാണ്. ടൊറാജകൾ മൃതദേഹങ്ങൾ മണ്ണിൽ അടക്കം ചെയ്യാറില്ല. പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത അറകളിലോ ഗുഹകളിലോ ആണ് ഇവർ ശവസംസ്കാരം നടത്തുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും നടക്കുന്ന മാഗ്ന എന്ന ആചാരമാണ് ഏറ്റവും അത്ഭുതകരം. ഇതിൽ കുടുംബാംഗങ്ങൾ ശവകുടീരങ്ങളിൽ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നു. അവർ മൃതദേഹങ്ങൾ വൃത്തിയാക്കുകയും പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യുന്നു. കുടുംബത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഗ്രാമത്തിലൂടെ നടത്തിക്കാനും ഇവർ മടിക്കാറില്ല. മരിച്ചയാളോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. മരണത്തെ ഭയത്തോടെ കാണുന്ന ലോകത്ത് അതിനെ ആഘോഷമായും സ്നേഹപ്രകടനമായും മാറ്റിയവരാണ് ടൊറാജകൾ. ജീവിതത്തെക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത് മരണാന്തര ചടങ്ങുകൾക്കാണ്. മരിച്ചവർക്കായി ബലിയർപ്പിക്കുന്ന നൂറുകണക്കിന് പോത്തുകളും കല്ലറകളിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് നടത്തുന്ന പുനഃസമാഗമങ്ങളും അവരുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ടൊറാജ ജനതയെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല. സ്നേഹിച്ചവരോടൊപ്പം എന്നെന്നും കഴിയുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണ് അവരുടെ ജീവിതം. ആധുനിക ലോകത്ത് ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പുരാതനമായ അലക്ടൊഡോളോ ആചാരങ്ങൾ അവർ ഇന്നും മുറുകെ പിടിക്കുന്നു.